രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ ഇന്ദ്രജിത്ത് ലക്ഷ്മണനുമായുള്ള യുദ്ധമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ യുദ്ധം ചെയ്ത് വധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ ഭാഗത്തിൽ നമുക്ക് പറയേണ്ടത്. മായാസീതയെ സൃഷ്ടിച്ച് ആ മായാസീതയെ വധിച്ചു. വളരെയേറെ രാമൻ ഈശ്വരനും സർവജ്ഞനുമാണെങ്കിലും അത് മറന്ന് അതൊക്കെ അറിയാതെ ദുഃഖിക്കുകയാണ്, സത്യമാണ് എന്ന് കരുതിയിട്ട്. പിന്നീടൊരു ഘട്ടത്തിലാണ് അതില്ല എന്ന് മനസ്സിലാക്കുന്നത് എങ്കിലും തൽക്കാലം അത് ദുഃഖം ഉണ്ടാക്കി. ലക്ഷ്മണനടക്കം അത് സത്യം അറിഞ്ഞില്ല. രാമ, ഏട്ടാ, ഈ ധർമ്മം എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഏട്ടൻ അച്ഛന് വേണ്ടി രാജ്യം ഉപേക്ഷിച്ചു, അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി കാട്ടിൽ വന്നു. സീത അതനുസരിച്ചിട്ട് വന്നു. സീതയും നല്ല ധർമ്മമാണ് അനുഷ്ഠിച്ചത്. ഈ രണ്ടു കൂട്ടർക്കും ഇപ്പോൾ വന്നത് എന്താ? ദുഃഖമാണ്. ആ സീത അപഹരിക്കപ്പെട്ടത് തന്നെ ഏട്ടന് പരമദുഃഖം. രാവണപുരിയിൽ സീതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് സീതയ്ക്ക് ദുഃഖം. എല്ലാം കഴിച്ചിടുക, സീത വധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് അർത്ഥമാണ് ഈ ധർമ്മത്തിന് ഉള്ളത്? ഇതൊക്കെ വെറുതെ എന്തൊക്കെയോ ആളുകൾ പറയണു എന്നല്ലാതെ എവിടെയാണ് ശക്തി? കയ്യൂക്കുള്ളവനല്ലേ ലോകത്തിലെ കാര്യക്കാരൻ. എന്ത് ധർമ്മമാണുള്ളത്? സാധാരണ ഏതൊരാളും ചില സമയത്ത് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ധർമ്മം അനുഷ്ഠിച്ചു, എന്ത് കാര്യമുണ്ടായി? ഉത്തരങ്ങളൊക്കെ എത്രയോ ഉത്തരങ്ങൾ വേറെ കിടക്കണു. എന്തായാലും ആ ലക്ഷ്മണൻ എന്തൊക്കെയോ പറഞ്ഞു. തൽക്കാലത്ത് ഏട്ടൻ്റെ ദുഃഖം അനിയൻ്റെ ദുഃഖം തന്നെയാണ്. കാരണം അവരങ്ങനെയാണല്ലോ സാധാരണ നിലയ്ക്ക് അത്രയധികം ഏട്ടൻ്റെ ഭാഗം നോക്കിയിരിക്കുന്ന അങ്ങനെയൊരു സഹോദരനെ നമുക്ക് ഒരു ചരിത്രത്തിൽ ലോകത്തിലും കാണാൻ പറ്റില്ല. അതാ ലക്ഷ്മണൻ. അതുകൊണ്ട് ദേഷ്യവും സങ്കടവും നിരാശയും ആ സീതയ്ക്ക് വേണ്ടിയാണ് എല്ലാ പരിശ്രമങ്ങളും ചെയ്യുന്നത്. ജീവൻ പണയം വെച്ചിട്ടുള്ള പോരാട്ടങ്ങൾ. അതാ സീത കഴിഞ്ഞാൽ ഇനി എന്തിനാണ് നമ്മൾ യുദ്ധം ചെയ്യണത്? ഇപ്രകാരം ഒരർത്ഥവും ഈ ധർമാനുഷ്ഠാനത്തിന് ഇല്ലാതായല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിലിടയ്ക്കാണ് ഇന്ദ്രജിത്ത് ഒരു ഹോമം നടത്തുകയാണ് നികുംബല എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ തന്നെയാണ് ഈ ഹോമങ്ങളൊക്കെ നടത്താൻ പറ്റിയ സ്ഥലം. എന്തോ ഒരു സൗകര്യം അവിടെ ഉണ്ട്. രാവണനും ഇനി മേലിൽ അവിടെയാണ് നടത്തുക, നികുംബില. ഈ ഹോമത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു. വിഭീഷണൻ പ്രത്യേകിച്ച് പറഞ്ഞു, രാമ, ലക്ഷ്മണ, ഈ ഹോമം വളരെ ശക്തമായിട്ടുള്ള ഒരു ഹോമമാണ്. കർമ്മങ്ങൾക്കൊക്കെ ബലമുണ്ട് കേട്ടോ. കർമ്മങ്ങൾക്ക് ബലമില്ല നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നടത്തിയാൽ അവൻ അജയ്യനാവും. പിന്നെ നമുക്കൊരു പക്ഷേ അവനെ തോൽപ്പിക്കാൻ പറ്റാതെ വന്നാലോ. അതുകൊണ്ട് എന്ത് വിഷമിച്ചിട്ടും ഈ ഹോമം മുടക്കണം. ലക്ഷ്മണനെ അയക്കുക. ഈ ഹോമവും മന്ത്രവും ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള ആൾ ഒരു കാര്യം ലക്ഷ്മണനോട് പറഞ്ഞിട്ടുണ്ട്. ഏതൊരാൾ ഈ ഹോമം മുടക്കുന്നുവോ അവരായിരിക്കും ഇന്ദ്രജിത്തിൻ്റെ അന്തകൻ. അവൻ്റെ കൈ കൊണ്ടാണ് ഇന്ദ്രജിത്തിന് മരണം ഉണ്ടാവുക എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മന്ത്രം ഒക്കെ ആരിൽ നിന്നാണ് ഉപദേശിച്ച്? പലരിൽ നിന്നും ഉണ്ട് കേട്ടോ. ബ്രഹ്മാവിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ശുക്രാചാര്യർ അവരുടെ ആചാര്യനാണ്. ആരോ ആയാലും വേണ്ടില്ല, എന്തായാലും ഒരു ഉപദേശം ഉണ്ടാവുമല്ലോ, അല്ലാണ്ട് മന്ത്രം പ്രയോഗിക്കില്ല. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഏതൊരാൾ ഇന്ദ്രജിത്തിനെ ഈ ഹോമം മുടക്കുന്നുവോ അവൻ്റെ കൈകൊണ്ട് നീ വധിക്കപ്പെടും. അങ്ങനെ ലക്ഷ്മണനെ അയച്ചു വിഭീഷണൻ. സീതയെ വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇവനെ ജയിക്കണം, ഇന്ദ്രജിത്തിനെ. തുടർന്ന് രാവണനെയും ജയിക്കണം. ഇന്ദ്രജിത്തിനെ ജയിക്കാതെ രാവണനിലേക്ക് എത്താൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് എന്ത് വേണം? ഹോമം മുടക്കണം. ഇപ്പം നമ്മുടെ ആവശ്യം ഹോമം മുടക്കുകയാണ്. ലക്ഷ്മണൻ
വിഭീഷണൻ, ഹനുമാൻ മുതലായിട്ടുള്ളവരെല്ലാം ആയുധധാരികളായി അവിടത്തേക്ക് പോയി. അവിടെ കുറേ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. ആ ഹോമസ്ഥലത്ത് വെച്ച് തന്നെ ഈ മേഘനാഥനെ, ഇന്ദ്രജിത്തിനെ വെല്ലുവിളിച്ചു. ഇന്ദ്രജിത്തെ, ഈ ഹോമം പൂജയും കൊണ്ടൊന്നും കാര്യമില്ല എന്നിട്ടല്ല അവിടെ അത് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരുമല്ലോ. നീ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് യുദ്ധത്തിന് വാ, ഹോമം പൂജയും നടത്തല്ല ചെയ്യുക. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് യുദ്ധത്തിന് വരാൻ നിനക്ക് കഴിയുമോ എന്നും പറഞ്ഞ് അവിടെ ഹനുമാനും ലക്ഷ്മണനും ഉണ്ട്, വിഭീഷണനും ഉണ്ട്. ഇവരുടെ കൂട്ടത്തിൽ വിഭീഷണനെ കണ്ടപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞു, വിഭീഷണ, നീ എൻ്റെ ചെറിയച്ഛനാണ്, രാവണൻ്റെ അനിയനല്ലേ, അച്ഛൻ്റെ സ്ഥാനവും പിതൃവ്യനുമാണ് നീ. പിതൃസ്ഥാനത്ത് നിൽക്കുന്ന നീ എന്തിനാണ് എന്നെ ദ്രോഹിക്കുന്നത്? നിനക്ക് ധർമ്മമുണ്ടോ? സാഹോദര്യത്തിൻ്റെ വില അറിയോ? മര്യാദ ഉണ്ടോ? ഒന്നുമില്ലാതെ സ്വന്തം പുത്രസ്ഥാനത്ത് നിൽക്കുന്ന എന്നെ നീ എന്തിന് വധിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ദ്രോഹിക്കാനായി കൊണ്ടുവരുന്നു? പക്ഷേ എന്നെ പുത്രനായിട്ട് നീ വിചാരിച്ചില്ല. പുത്രസ്ഥാനത്താണ്, പുത്രനല്ല, രാവണപുത്രനാണ്. പക്ഷേ അങ്ങനെ നീ എന്നെ വിചാരിച്ചാൽ ഞാൻ നിന്നെ ചെറിയച്ഛനായിട്ടും വിചാരിക്കില്ല. ഇങ്ങടെ എങ്ങനെ വെച്ചാൽ അങ്ങനെയാണല്ലോ അങ്ങോട്ടും. ഇങ്ങോട്ട് നീ എന്നെ ദ്രോഹിക്കാൻ വന്നാൽ ഞാൻ നിന്നെ അച്ഛനാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണെന്ന് വിചാരിച്ച് വിടും എന്ന് നീ വിചാരിക്കേണ്ട. നിനക്ക് മരണം നിശ്ചയമാണ്. കണ്ടുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ടാവാൻ പറ്റുക. എന്നല്ലേ കാരണം ഉണ്ടാക്കി? ആര് പറഞ്ഞു എന്നോട് ശത്രുപക്ഷത്ത് ചേരാൻ? ഇപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ഇന്ദ്രജിത്തെ, നീ അധികം പുലമ്പണ്ട. നിൻ്റെ അച്ഛൻ കാണിച്ച അധർമ്മം എന്തൊക്കെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എൻ്റെ അച്ഛൻ രാവണൻ പരധനം, പരഭാര്യ ഇവരെയൊക്കെ സ്വന്തമാക്കാൻ ശ്രമിച്ചില്ലേ? ആ അച്ഛൻ്റെ ഭാഗമാണ് ഇപ്പോൾ നീ നിൽക്കുന്നത്. അധർമ്മത്തിനെ കൂട്ടുനിന്ന അധർമ്മം ചെയ്ത പോലെ തന്നെയാണ്. ഞാൻ എന്തുകൊണ്ടാണ് രാവണനെ അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനെ ഉപേക്ഷിച്ചത്? ആവും പാടും ഞാൻ പറഞ്ഞു നോക്കി, ഏട്ടൻ്റെ പോക്ക് ശരിയല്ല. ഒരു സഭ കൂട്ടി വിളിച്ച് പറയുകയാണ്, നോക്കൂ, ആ സീത ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യ, ഒരു നിമിഷം, അതുകൊണ്ട് സീതയെ എനിക്ക് വേണം, രാമനോട് യുദ്ധത്തിന് നിങ്ങളൊക്കെ വരണം. ഒരു രാജാവ്, ഭരണാധികാരി പറയേണ്ട വാക്കാണോ ഇത്? സഭ കൂട്ടി വിളിച്ച് പറയുക, സീതയിൽ ഞാൻ ആകൃഷ്ടനാണ്. സഭ കൂട്ടിയിട്ടാണ് പറയണേ. ആലോചിച്ചു, എത്ര ബാലിശാണ് ഇന്ദ്രജിത്തേന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞത്. മാത്രമല്ല, ഒരു നിലയ്ക്കും രാമനിൽ നിന്ന് വിട്ടു നിൽക്കാത്ത നിഴൽ പോലത്തെ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. ആ സീത നിൻ്റെ അച്ഛൻ്റെ കാക്കൽ വീണ് അപേക്ഷിച്ചു, രാവണ, നീ ധർമാത്മാവാണ്, ശക്തനാണ്, നിനക്ക് നന്മ വരും, എന്നെ ദയവായിട്ട് രാമൻ്റെ അടുത്ത് കൊണ്ടേ വിടൂ. ഒരു സർഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, വാൽമീകി രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നീയോ അതറിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. കാല് പിടിച്ചിട്ടൊരു സ്ത്രീ അപേക്ഷിക്കുമ്പോൾ അതെന്തായാലും കേൾക്കണം എന്നാണ്. നീ നിൻ്റെ അച്ഛൻ അത് ചെയ്തോ? രാവണൻ പുല്ലുപോലെ 2 മാസത്തിനിടയ്ക്ക് എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ കൊല്ലും എന്നല്ലേ സീതയോട് നിൻ്റെ അച്ഛൻ രാവണൻ പറഞ്ഞത്? ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞ പോലെ നിനക്ക് നിൻ്റെ അച്ഛനോട് പറയാമായിരുന്നു, അച്ഛാ ഈ ചെയ്തത് ശരിയല്ല പറഞ്ഞോ നീ? അച്ഛനോ വലുതോ ആചാര്യനോ അതൊന്നുമല്ല വിഷയം. തെറ്റെവിടെ കണ്ടാലും പറയാൻ സാധിക്കണം. അങ്ങനത്തെ നീയാണോ എന്നോട് ധർമ്മം പറയുന്നത്? ഞാൻ ആദ്യം നിൻ്റെ അച്ഛനെ ധർമ്മം പഠിപ്പിക്കേ, എന്നാൽ ഒരുപക്ഷെ നീ രക്ഷപ്പെടുന്ന ഈ അച്ഛനും രക്ഷപ്പെടും, ലങ്കയും രക്ഷപ്പെടുമായിരുന്നു, അനവധി ജനങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. ഇവർക്കൊക്കെ സർവനാശം വിതച്ചുകൊണ്ടുള്ള അധർമ്മത്തെ പിന്തുണച്ചിട്ട് നീ ഇപ്പോൾ ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന എന്നോട് ധർമ്മം പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥമുള്ളത്? അങ്ങനെ യുദ്ധം ഉണ്ടാവുകയാണ്. ഒട്ടും വിഭീഷണൻ വിട്ടുകൊടുത്തില്ല. അധർമ്മം ചെയ്തിട്ടുള്ള രാവണനെ കൂട്ടു നിൽക്കുന്ന ആളാണ് ഇന്ദ്രജിത്തെ നീ. നമുക്ക് വിജയമില്ല, നമുക്ക് കാണാം. നീ എന്നെ കൊല്ലുന്നു പറഞ്ഞു, ആരാണോ മരിക്കണതെന്ന് നമുക്ക് കാണാം.
അങ്ങനെ ഹനുമാൻ്റെ തോളിൽ ഇരിക്കുന്ന ലക്ഷ്മണനെ കാണുകയാണ്. ഹനുമാൻ പറഞ്ഞു, നിലത്ത് നിന്നിട്ടൊന്നും യുദ്ധം ചെയ്യേണ്ട, അങ്ങൻ്റെ തോളിലിരുന്നോളൂ. ശക്തിയുണ്ടല്ലോ ഹനുമാൻ, എത്ര ഉയരാനും വലുതാവാനും ആരെ താങ്ങാനുമുള്ള ശക്തിയുണ്ട്. അങ്ങനെ ആ ഹനുമാൻ്റെ തോളിൽ ആയുധധാരിയായിട്ടിരിക്കുന്ന ലക്ഷ്മണനെ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ വെല്ലുവിളിച്ചു. ഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. ആയുധം, പ്രത്യസ്ത്രം, അസ്ത്രപ്രത്യസ്ത്രങ്ങൾ പലതും ചായപ്പോൾ ഒരു ഘട്ടത്തിൽ ഇന്ദ്രജിത്തിന് ബോധക്ഷയം വന്നു, മോഹാലസ്യം. കുറച്ച് സമയത്തിന് ശേഷം ബോധം വന്നു. അങ്ങനെ ലക്ഷ്മണനോട് അടുത്തു. വീണ്ടും യുദ്ധം തുടർന്നു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. എന്നിട്ട് വെല്ലുവിളിച്ചു ആ ഇന്ദ്രജിത്ത്, ലക്ഷ്മണ, എന്നെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ നേർക്കും രാമൻ്റെ നേർക്കും ഞാൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് അനങ്ങാൻ വയ്യാണ്ട് നിങ്ങൾ കിടന്നത് മറന്നോ? നിങ്ങൾ അതൊക്കെ ഇനിയും എനിക്ക് പ്രയോഗിക്കാൻ കഴിയും. ഏതോ ഒരൗഷധം കൊടുന്ന് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ആ ബ്രഹ്മാസ്ത്രം ശക്തമായി പ്രയോഗിക്കാൻ എനിക്ക് കഴിവില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ മരണം ഉറപ്പിച്ചോ. എൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും കഥ ഞാൻ കഴിക്കും. രാമലക്ഷ്മണന്മാരെ ഞാൻ വധിക്കും. വെല്ലുവിളിച്ചു. ആയിരക്കണക്കിന് ശരങ്ങൾ ലക്ഷ്മണൻ്റെ നേർക്കാണ്ട് എയ്തു. ഈ അസ്ത്രങ്ങളെല്ലാം ലക്ഷ്മണൻ്റെ കവചത്തിൽ തട്ടി. ആ അസ്ത്രങ്ങൾ ഒടിയുക എന്നല്ലാണ്ട് ലക്ഷ്മണന് യാതൊരു തകരാറും വന്നില്ല. എന്തായാലും ചോരയിൽ അഭിഷേകമായിട്ട് ഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. വിഭീഷണൻ പറഞ്ഞു, ഇവനെ കൊന്നാൽ രാവണൻ എന്തായാലും തളരും, സംശയമൊന്നുമില്ല. ഇനി ഏക ആശയം ഈ പുത്രനായിട്ടുള്ള ഇന്ദ്രജിത്താണ്. അതുകൊണ്ട് ഇവനെ കൊല്ലേണ്ടത് വളരെയധികം ആവശ്യമാണ്. രാവണൻ്റെ വലം കയ്യ ഒന്ന് കുംഭകർണനായിരുന്നു, ഇത് മറ്റൊരു കൈ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒന്നും രാവണൻ അനങ്ങില്ല. രണ്ട് കൈയും പോയാൽ പിന്നെ എന്താ ഉള്ളത്? അനേകം പേരെ വധിച്ചതായിട്ടുള്ള നിങ്ങൾ വാനരന്മാരോടും ഹനുമാനോടും ഒക്കെ പറയണം, ഇവനെ വധിക്കണം. ഇത് പ്രധാനപ്പെട്ട യുദ്ധത്തിലത്തെ ഒരു ഘട്ടമാണ്. സീതയെ വീണ്ടെടുക്കുന്ന പദ്ധതിയിലെ ഒരു ഘട്ടം ആണ്. പിന്നെ വിഭീഷണൻ പറഞ്ഞു, ഞാൻ ഇവനെ വധിക്കുന്നത് അത്ര യുക്തമല്ല. വിഭീഷണനാണ് വധിച്ചൂടെ എന്നാണെങ്കിൽ എൻ്റെ പുത്രൻ്റെ സ്ഥാനമാണ് ഇവന്, അവൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് ഞാൻ. ഇളയച്ഛനാണ്, ചെറിയച്ഛനാണ്, രാവണാനുജനാണ് വിഭീഷണൻ. അതുകൊണ്ട് ഞാൻ വധിച്ചാൽ എത്രയായാലും പുത്രനെ അച്ഛൻ വധിച്ച പോലെയല്ലേ വരിക. നേരിട്ട് പുത്രനെങ്കിലും പുത്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്മണ അങ്ങയെ ഉപദേശിക്കുന്നത് കൊല്ലാൻ. അങ്ങക്ക് വേണ്ട പിന്തുണ നൽകുക എന്നല്ലാണ്ട് നേരിട്ട് അങ്ങോട്ട് കൊല്ലാൻ എനിക്ക് തോന്നണില്ല. എൻ്റെ ചെറിയച്ഛനല്ലേ, ഞാൻ അവൻ്റെ ചെറിയച്ഛനല്ലേ. അപ്പോൾ എൻ്റെ പുത്രസ്ഥാനത്ത് നിൽക്കുന്നവനെ കൊല്ലാനൊരു ചെറിയ സങ്കോചം, അതുകൊണ്ടാണ് ഞാൻ കൊല്ലാത്തത്. ലക്ഷ്മണന് സങ്കോചമൊന്നും ഉണ്ടായില്ല. അവൻ്റെ തേര് തകർത്ത് തരിപ്പണാക്കി. ഇന്ദ്രജിത്തിൻ്റെ നിലത്താണ്ട് വീണു. മൊത്തം അവിടെ ഭയങ്കരമായ ഇരുട്ട് വ്യാപിച്ചു. മായ കുറേയൊക്കെ ഇന്ദ്രജിത്ത് പ്രയോഗിച്ചു. തകർന്ന തേരിന് ശേഷം സിനിമയിലൊക്കെ കാണുന്ന പോലെ പിന്നെ കാണുന്നത് എന്താ വെച്ചാൽ ഇന്ദ്രജിത്ത് വേറൊരു തേരിലിരിക്കണതാണ്. ഇത് എവിടുന്ന് കിട്ടി ഇന്ദ്രജിത്തിന്? കഥാകൃത്തിനും അറിയില്ല, വാൽമീകിക്കും അറിയില്ല, ആർക്കും അറിയില്ല. അവിടെ ഒരു വേറൊരു തേര്. ഇത് എവിടുന്ന് കൊണ്ടുവന്നു ഇന്ദ്രജിത്ത് എന്ന് എല്ലാവരും അതിശയിച്ചു. എങ്ങനെയെന്നൊന്നും പറയണം കൂടിയില്ല. പെട്ടെന്ന് വേറൊരു തേരുണ്ട് വരികയാണ്. ഇത് എങ്ങനെയാണ് സംഭവിക്കണം? അപാര കഴിവ് എന്നെല്ലാവരും അത്ഭുതപ്പെട്ടു. പുതിയൊരു തേരുണ്ട് കൊണ്ടുവന്നു. എവിടെ പോയിട്ട് കൊണ്ടുവരാൻ സമയം വേണ്ടേ? ഒന്നുമില്ലെങ്കിൽ സമയം വേണ്ടേ? അതൊന്നും ഉണ്ടായിട്ടില്ല. അവൻ്റെ കഴിവ് ആഹാരമാണ്. ഇന്ദ്രജിത്ത് നിസ്സാരക്കാരനല്ല. വേറെ തേര് നീ കൊണ്ടുവന്നു അല്ലേ? ആ സാരഥിയെ ലക്ഷ്മണനാണ്ട് വധിച്ചു. തേര് തെളിക്കാൻ ആളില്ലെങ്കിൽ എങ്ങനെ ഈ തേരുകൊണ്ട് കാര്യം എന്നറിയണമല്ലോ. ആ സാരഥിയെ ലക്ഷ്മണൻ വധിച്ചു. അങ്ങനെ ഇന്ദ്രജിത്ത് ഈ യമശരം പ്രയോഗിക്കുകയാണ്. അതൊക്കെ കുറച്ച് കടന്ന അറ്റ കൈകളാണ് ഈ യമശരം. ലക്ഷ്മണൻ്റെ നേർക്ക് കൊടുത്ത് ലക്ഷ്മണൻ കൗബേരാസ്ത്രം കൊണ്ട് അതിനെ നേരിട്ടു. ഈ രണ്ട് ശരവും, ഇന്ദ്രജിത്തിൻ്റെ യമശരവും ലക്ഷ്മണൻ്റെ കുബേരാസ്ത്രവും കൂട്ടിമുട്ടി അത് അങ്ങോട്ട് കഷ്ണമായി 100 നുറുങ്ങി. ആർക്കൊന്നും സംഭവിച്ചില്ല. ലക്ഷ്മണനും കേട് പറ്റിയില്ല,
ഇന്ദ്രജിത്തിനും കേടുപറ്റിയില്ല. അപ്പോൾ ലക്ഷ്മണൻ വരുണാസ്ത്രം പ്രയോഗിച്ചു രണ്ടാമതായിട്ട്. ആ വരുണാസ്ത്രത്തിന് പ്രതിവിധി എന്താണ്? ആഗ്നേയാസ്ത്രം. വെള്ളത്തിന് തീയെ, തീയിന് വെള്ളം, അങ്ങനെയാണല്ലോ. ഒന്ന് വിട്ടാൽ ആഗ്നേയ വിട്ടച്ചാൽ വരുണം വിടും, വരുണ വിട്ടച്ചാൽ വെള്ളം വിടും. വരുണാസ്ത്രം വിട്ടു. അതുകൊണ്ട് സൗമിത്രി ലക്ഷ്മണൻ. അപ്പോൾ ഇന്ദ്രജിത്ത് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് അതിനെ നിർവീര്യമാക്കി എന്ന് പറയാണ്. പിന്നെ ആസുരാസ്ത്രം പ്രയോഗിച്ചു, മാഹേശ്വരാസ്ത്രം പ്രയോഗിച്ചു. അതിനെ ലക്ഷ്മണൻ തടുത്തു. ഇന്ദ്രജിത്ത് ആസുരാസ്ത്രം പ്രയോഗിച്ചപ്പോൾ മാഹേശ്വരാസ്ത്രം കൊണ്ട് ലക്ഷ്മണൻ അതിനെ തടുത്തു. അപ്പോൾ ഇവിടെ ലക്ഷ്മണന് ഒരുപാട് പിന്തുണ ഉണ്ടായിരുന്നു. അത് ഇന്ദ്രജിത്തിന് കിട്ടിയില്ല. ഏത് പിന്തുണയാണ്? പിതൃക്കൾ, ദേവന്മാർ, ഗന്ധർവന്മാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ലക്ഷ്മണൻ ജയിക്കട്ടെ, ലക്ഷ്മണൻ ജയിക്കട്ടെ, ലക്ഷ്മണൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ കൂടെ പോകുമ്പോൾ പ്രയോഗത്തിൽ ഈ ലോകത്തിൽ ചിലർ നമ്മളെ നിന്ദിച്ചു, പരിഹസിച്ചു എന്നൊക്കെ വരും. പക്ഷേ നമുക്ക് കാണാൻ പറ്റാത്ത ചില പിന്തുണ കിട്ടും എന്നാണ്. കാണില്ല, അത് ഭാഗവതം കേൾക്കാൻ ആളില്ല എന്ന് പറയും നമ്മൾ, 2 3. പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ്. ഉദ്ധവൻ, വ്യാസൻ മുതലായിട്ടുള്ള കാണാൻ പറ്റാത്ത ഗൂഢരൂപത്തിലുള്ള ശ്രോതാക്കളുണ്ടാവും ഇത്ര അവിടെ. അത് നോക്കിയിട്ട് വേണം നമ്മൾ പറയാനും നടത്താനും. ഇവിടെ ആളൊന്നുമില്ല, എന്താ അപ്പോൾ അങ്ങനെ വിചാരിക്കരുത് എന്നാണ്. അതുകൊണ്ടാണ് ഈ സൽക്കർമ്മങ്ങളും ഈശ്വരമാർഗത്തിലും സഞ്ചരിക്കുന്നവർക്ക് എപ്പോഴും പുറത്തേക്ക് പിന്തുണ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അതുണ്ടാവും. പിതൃക്കൾ, ദേവന്മാർ, ഗന്ധർവന്മാർ, ഇങ്ങനെ കാണാൻ പറ്റാത്ത അദൃശ്യശക്തി അവരുടെ കൂടെ ഉണ്ടാവും. അതാണ് അവരുടെ ശ്രേയസ്. അതുകൊണ്ട് ഈശ്വരകർമ്മങ്ങളും ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർക്കും എപ്പോഴും ശ്രേയസ് ഉണ്ടാവും. പക്ഷേ പുറത്തേക്ക് നോക്കിയാൽ കണ്ടോളണം എന്നില്ല. അത് ശ്രേയസ്സും പ്രേയസ്സും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒക്കെ ഓരോ കാര്യങ്ങളാണ്. ധനം, വീട്, കുറേ ആളുകൾ, സൈന്യം, പരിവാരം, ഇതൊക്കെ ശ്രേയസ്സല്ല, ഇതൊക്കെ പ്രേയസ്സാണ്. അതിനൊക്കെ പ്രേയസ് എന്ന് അത്രേ പറയുക സാങ്കേതികമായിട്ട്. അതിന്നുണ്ടാവുന്ന ആളുണ്ടാവാത്തതാണ്. പക്ഷെ ശ്രേയസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാകുന്ന ആന്തരമായിരിക്കുന്ന ഒരു ഗുണമാണ്. അത് പുറത്തേക്ക് നോക്കിയാൽ ചിലപ്പോൾ കണ്ടോളണമെന്നൊന്നുമില്ല. ഈശ്വര കഥകൾ പറയുമ്പോഴോ ഈശ്വരനെ സേവിക്കുമ്പോഴോ നമുക്ക് കിട്ടുന്ന ആനന്ദം നമുക്ക് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ഉള്ളിൽ അനുഭവിച്ചറിയേണ്ടതും, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ചില ആബ്സ്ട്രാക്റ്റാണ്, കാണാൻ പറ്റാത്തതാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. പിതൃക്കൾ, ദേവന്മാർ, ഗന്ധർവന്മാർ മുതലായിട്ടുള്ളവരുടെ എല്ലാം പിന്തുണ ലക്ഷ്മണൻ ജയിക്കട്ടെ, ലക്ഷ്മണൻ ജയിക്കട്ടെ എന്ന് ലക്ഷ്മണന് ലഭിച്ചു. ഒടുവിലെന്തായി? ഐന്ദ്രാസ്ത്രം പ്രയോഗിച്ചു എന്ന് പറയുകയാണ്. ഐന്ദ്രാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ലക്ഷ്മണൻ മനസ്സിൽ നല്ലോണം രാമനെ വിചാരിച്ചു. ധർമാത്മാ സത്യസന്ധച്ച രാമോ ദാശരഥിർ യതി പൗരുഷേ ച പ്രതിദ്വന്ദ്വ ശരേനം ജഹിരാവണീം. ഇത് മനസ്സിൽ പറഞ്ഞു, ഉച്ചരിച്ചു. യതി രാമ ധർമാത്മാ, രാമൻ ധർമാത്മാവാണെങ്കിൽ, യതി ധർമാത്മാ സത്യസന്ധച്ച രാമോ യതി, യതിന് അവസാന ശ്ലോകത്തിൽ വന്നത് ചേർത്തത്. ധർമ്മമുണ്ടെങ്കിൽ ഈ ഐന്ദ്രാസ്ത്രം ദുഷ്ടനായിരിക്കുന്ന ഇന്ദ്രജിത്തിനെ കൊല്ലട്ടെ, ദുഷ്ടരാവണനെ പിന്തുണച്ച ഇന്ദ്രജിത്തിനെ കൊല്ലട്ടെ. അവൻ അധർമ്മത്തിൻ്റെ ഭാഗത്താണ്, രാവണൻ്റെ ഭാഗത്താണല്ലോ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ധർമ്മമോ നന്മയോ രാമൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ, യതി രാമ സധർമാത്മാ സത്യസന്ധോ, സത്യസന്ധനും ധർമാത്മാവും ആണ് രാമൻ എങ്കിൽ, പൗരുഷേച്ച അപ്രതിദ്വന്ദ് ശരേനേനൻ ജഹി രാവണി, ഈ ശരം കൊണ്ട് ഇന്ദ്രജിത്ത്, രാവണി എന്നു പേരുള്ള ഇന്ദ്രജിത്ത് വധിക്കപ്പെടട്ടെ എൻ്റെ ഈശ്വര. ഇന്ദ്രാസ്ത്രം പ്രയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് വധിക്കപ്പെടുന്നത്. ഈ തിക്ത ബാണമാകർണ്യ വിഗക്ഷ്യത്തമജി മഹകം, ആ വലിയ ചെവി വരേക്ക് ഇങ്ങോട്ട് വലിച്ചു. ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ചെവി വരേക്ക്, ഇത് ആകർണാന്തം ഒരു പ്രയോഗമാണ് എപ്പോഴും. ആകർണാന്തം നല്ലോണം ഇങ്ങോട്ട് വലിച്ച് ഒരൊറ്റ അയക്കൽ. ലക്ഷ്മണ സമരേ വീരത്തർജ ഇന്ദ്രജിതം പ്രതി, ഇന്ദ്രജിത്തിൻ്റെ നേർക്ക് ആ ഐന്ദ്രാസ്ത്രം പ്രയോഗിച്ചു. ഐന്ദ്രാസ്ത്രേണ സമയോജ്യ ലക്ഷ്മണ പരവീരക
വക്ത്രാണം ശ്രീമൽ ജ്വലിത കുണ്ടലം. പറയുകയാണ്, ആ കുണ്ടലധാരിയായിട്ടുള്ള ഇന്ദ്രജിത്ത് ആ ഇന്ദ്രാസ്ത്രം മേല് വീണപ്പോൾ ശിരസ് അറ്റ് താഴത്തേക്ക് വീണു. അതോടുകൂടിയിട്ടാണ് ഇന്ദ്രജിത്തിൻ്റെ വധം കഴിയുന്നത്. ശേഷിച്ചതായിട്ടുള്ള രാക്ഷസന്മാർ ഓടിപ്പോയി രക്ഷപ്പെടുകയും ചെയ്തു. ആ രാക്ഷസന്മാരൊക്കെ രക്ഷപ്പോയി. എപ്രകാരം മഹാകൂറ്റനായിട്ടുള്ള വൃത്രാസുരനെ ഇന്ദ്രൻ ആ യുദ്ധത്തിൽ വധിച്ചുവോ അതേപോലെ ആ ഇന്ദ്രജിത്ത്, ശക്തനായിട്ടുള്ള ഇന്ദ്രജിത്ത്, രാവണൻ്റെ ശേഷിച്ച ശക്തിയായിട്ടുള്ള ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടു. ദേവന്മാർ ഗന്ധർവന്മാരൊക്കെ അതീവ സ്വരത്തിൽ പാട്ടുപാടി ആഘോഷിച്ചു. വലിയൊരു ആപത്ത് ലോകത്തിൽ ഒഴിവായി കിട്ടിയിരിക്കുന്നു. ദുഷ്ടന്മാർ വധിക്കപ്പെട്ടാൽ നല്ലതാണല്ലോ. ഇന്ദ്രനാണെച്ചാൽ വളരെയേറെ ആശ്വാസമായി. ഇന്ദ്രന് സന്തോഷിച്ചു. പുഷ്പവൃഷ്ടി മുകളിലുണ്ടായി. ദേവന്മാരൊക്കെ സന്തുഷ്ടരായി. ആ ലക്ഷ്മണനെ എല്ലാവരും കീർത്തിച്ചു. ലക്ഷ്മണ, നീ ചെയ്തത് വലിയൊരു കാര്യമാണ്. പ്രധാനമായിട്ട് കീർത്തിച്ചത് രാമനാണ്. മാറോട് ചേർത്ത് പുണർന്നു. സഹോദര, ഇതിലും ഇതൊരു കാര്യം നീ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി ഇല്ല. കാരണം ഇപ്പം രാവണനെ വധിക്കുന്നത് ഞാനാണ്, രാമനെ വധിക്കണേ, ലക്ഷ്മണനല്ലല്ലോ. അപ്പം ഇനിയൊന്നും നിനക്ക് ചെയ്യാനില്ല. നീ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. ആദ്യം എന്ത് ചെയ്യണം? രാവണൻ്റെ ശക്തിയെ ഇല്ലാണ്ടാക്കണം, എന്നിട്ടല്ലേ രാവണനെ വധിക്കാൻ പറ്റൂ. അപ്പം നീ ചെയ്തത് നിസ്സാര കാര്യമല്ല, വലിയൊരു കാര്യമാണ് ചെയ്തത് എന്നും പറഞ്ഞ് എല്ലാവരും ആ ലക്ഷ്മണനെ വാഴ്ത്തുകയും ചെയ്തു. സുഷേണനോട് രാമൻ പറഞ്ഞു, യുദ്ധത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ സുഷേണനാണ് അതിൻ്റെ ചുമതല. ഔഷധം കൊണ്ടുവന്ന് അവരെയൊക്കെ ശരിയാക്കണം. കാരണം ഹനുമാൻ, വിഭീഷണൻ, ലക്ഷ്മണനൊക്കെ അവിടെയുണ്ട്. ലക്ഷ്മണനും ഏറ്റതായിട്ടുള്ള മുറിവുകളെല്ലാം സുഷേണൻ ശുശ്രൂഷിച്ച്, വൈദ്യനാണ് ആവണം സുഷേണൻ, ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു. ആർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തട്ടിയുണ്ടെങ്കിലോ അതൊക്കെ ഇല്ലാതെ ആക്കി തീർക്കുകയും ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് ഇന്ദ്രജിത്തിൻ്റെ വധം പറഞ്ഞവസാനിപ്പിച്ചത്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം നേതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.